മാസ്കിംഗ് ടേപ്പാണ്. മാസ്കിംഗ് ടേപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പെയിൻറ് ചെയ്യാൻ നേരത്ത് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി സൈഡിലൊട്ടിക്കില്ലേ. അപ്പം അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചുമരിലൊട്ടിക്കാനുള്ള ടേപ്പാണ്. അപ്പം അത് ഒട്ടിച്ചാലും തിരിച്ച് പറിച്ച് കഴിയുമ്പോൾ പാട് വരില്ല ചുമരിൽ. അതാണ് വേണ്ടത്. ഇനി ഇവിടെ മുഴുവൻ പാടായി കഴിഞ്ഞാൽ പെയിന്റ് ചെയ്യേണ്ടി വരും. നല്ല ഭംഗിയുണ്ടല്ലേ, നല്ലൊരു 3D ഇഫക്റ്റ് ഉണ്ട്. സാധനം ഇഷ്ടംപോലെ ഉണ്ട്. ഈ ഒട്ടിക്കാൻ ഏറ്റവും വലിയ പുറമുള്ള പരിപാടി. കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ചക്കപ്പഴം കേട്ടിട്ടില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. എനിക്ക് ഉദ്ദേശിച്ചിട്ടില്ല. വായോ വായോ, വെൽക്കം വെൽക്കം. അമ്മായി താങ്ക് യു. ഈശ്വര, ഒരു 1:30 മണി 11:30 എപ്പോഴേക്കും അമ്മ സഹായിക്കാൻ വന്നതാണ്. പക്ഷെ കുളിച്ചിട്ട് പോയല്ല, ഞങ്ങള് കുളിക്കാൻ പോവായിരുന്നു. ചിറ്റായിട്ട് സംസാരിച്ചപ്പോ അവന് പൊട്ട് കൊടുക്കുന്നു. അയ്യേ, വേഗം പോയി ഡ്രസ് ഇട. ചക്കുന്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യണ്ടേ? അമ്മേനെ മമ്മീനെ സാരി ഉടുത്ത് കിച്ചണിൽ കാണുന്നത് ഇങ്ങനെയുള്ള എന്താ പറയാ വിശേഷ ദിവസങ്ങളിൽ മാത്രം. ബാക്കിയെല്ലാ ദിവസം നൈറ്റിയാണ്. പക്ഷെ എന്ത് ഭംഗിയാ നോക്കി, സാരി ഉടുത്തതാ നിൽക്കുന്നത്. ചക്കുൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ക്ലോസ് റിലേറ്റീവ്സിനെ മാത്രമേ ഇൻവൈറ്റ് ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ രഞ്ജിത്തിൻ്റെ കസിനും ഫാമിലിയും ചെന്നൈയിൽ നിന്ന് ഇന്ന് നമ്മുടെ കൂടെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനും ചക്കുകൂടിൻ്റെ ബർത്ത്ഡേ ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ അവർ 1:15 ആകുമ്പോഴേ എത്തുള്ളൂ. അവർക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അതാണ് രാഖി. എവിടെ ഇടും കാറ്? കാർ പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്. വെൽക്കം. ഹായ്, ഓർമ്മയുണ്ട് ആൻറ്റീനെ? ഹലോ, ഹായ്. അനന്യാവോ, അതിന്റെ ചായയൊക്കെ മാറിപ്പോയല്ലോ. മാളൂന്റെ അതേ ചായ അല്ലേ? ചക്കു, അയ്യോ അവന് നാടായി കേട്ടാ. നാടായോടാ? ഞാൻ വന്നു. എടപ്പള്ളി പള്ളി വരെ കാണാറുണ്ട്. മോളും അവരെത്തി, ഗസ്റ്റൊക്കെ വന്നു. ആ ഓക്കെ. ഓ അടിപൊളി കേക്ക് അല്ലേ? വാവ്, സൂപ്പർ. അപ്പൊ ഇപ്പൊ 6 ആയോ? അത് മാറ്റണ്ട. ഇല്ല മോള് കൊണ്ടുവരും. മോള് ഋതു കൊണ്ടുവരും. വേറെ ക്യാൻറ്റീൻ കൊണ്ടുവരും. വേണ്ട. Happy birthday to you. Happy birthday dear Chakku. Happy birthday to you. ശക്തി പോരാ. കട്ട് ചെയ്യാം. എടുക്കട്ടെ. കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും വെജിറ്റേറിയൻസ് ആണ്. മക്കള് എല്ലാരും അമ്പലത്തിൽ പോകാനുള്ളതാണല്ലേ? ചിക്കനൊക്കെ ഇഷ്ടല്ലേ? കക്കു എന്തൊരു ചേച്ചിമാരാ. ചേട്ടൻ മാത്രം ഐപാഡില്. പിസ്ത ഫ്ലേവറാണ്.
അച്ഛൻ ഐസ്ക്രീം, ഗുലാബ് ജാമുൻ ഉള്ളത് എടുക്കണ്ടോ? ഏതാ മറ്റേ ഫ്ലേവർ അല്ലേ? അത് ശരി. ഫോണിൻ്റെ അകത്ത് അതെ ഗുലാബ് ജാമുൻ. അയ്യോ ദേ ചക്കുന്റെ അതേ ഡ്രസ്, വൈറ്റ് ആൻഡ് ബ്ലൂ. ഓ യാ സെയിം. വീഡിയോ എടുക്കുമ്പോ ആരും ഇപ്പൊ ഒന്നും വിടണില്ല കേട്ടോ. അങ്ങനെ ലഞ്ച് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും രഞ്ജിത്തിന്റെ അമ്മായിയും വല്യമ്മയും ഇറങ്ങി. രാഖി രഞ്ജിത്തിന്റെ ഫസ്റ്റ് കസിനാണ്. അവർ തമ്മിൽ കണ്ടിട്ട്, രഞ്ജിത്തും രാഖിയും തമ്മിൽ കണ്ടിട്ട് ഏകദേശം 5 വർഷത്തോളായി. അപ്പോൾ അവർ കുറച്ച് നേരം കൂടി നിൽക്കാമെന്ന് പറഞ്ഞു. വർഷങ്ങളായിട്ടുള്ള പപ്പയുടെ ആഗ്രഹമാണ് പപ്പയ്ക്കൊരു പ്രൊജക്ടർ വേണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ UK നിന്ന് വന്നപ്പോൾ അത് വാങ്ങിയിട്ട് വന്നത്. ഈ ഫ്ലാറ്റിൽ നമുക്ക് 3 ബെഡ്റൂമാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പപ്പയ്ക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ബൈ പറ അങ്കിളിനോട്. ബൈ അമ്മായി പറ. ബൈ അമ്മായി പറ. ബൈ. നമ്മുടെ വീട്ടില് ലൈറ്റ് ഇട്ടേക്കണ കണ്ടോ ചക്കുകൂട്ടെ? ഇത് കണ്ടോ? ഇതെന്താ ഷാമിയാനെന്തോ പറയണേ. പന്തലെന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ ഇങ്ങനെയാണ് പറയണേ. കൊള്ളാം അല്ലേ? ഇത് എന്തിനാന്നറിയാമോ ചക്കുകൂട്ട? നാളെ ചക്കുകൂട്ടന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. നാളെ കൊറേ പേര് വരും ചക്കുകൂട്ടനെ കാണാൻ. ഇല്ല 45 പീപ്പിൾ. 100 ഇല്ല. നമ്മുടെ തൊട്ടപ്പുറത്ത് കാണുന്ന വീട് അച്ഛൻ്റെ അനിയൻ്റെ വീടാണ്. അച്ഛൻ്റെ അനിയനും ഫാമിലിയും ബാംഗ്ലൂരാണ്. അപ്പം അവരാണ് ഇപ്പോൾ വന്നത്. സഞ്ജു മാമൻ. ഹായ് സഞ്ജു മാമ. അയ്യോ ലൈറ്റ് ഇല്ല. ബെഡ്ഷീറ്റ് ഇട്ടോലെ ഉണ്ടല്ലോ. ആരെങ്കിലും പാപ്പം കഴിക്കണേ? കിടന്നോണ്ടാണോ പാപ്പം കഴിക്കണേ? എഴുന്നേറ്റിരിക്കണ കണ്ണ. അമ്മയുടെ അനിയത്തിയുടെ മോനാണ് നവീൻ ചേട്ടൻ. നവീൻ ചേട്ടനും ഫാമിലിയും സിംഗപ്പൂരാണ്. അപ്പോൾ കറക്റ്റ് നമ്മുടെ ഒരു ഭാഗ്യത്തിന് അവർ നമ്മൾ നാട്ടിലുണ്ടായിരുന്നു വെക്കേഷന്. അപ്പോൾ അതുകൊണ്ട് അവരെ നമുക്ക് കാണാൻ പറ്റി. ടൈമൊന്നും പറഞ്ഞിട്ട്. ഹലോ ഒന്നേ ആരാണിത്? ഫാനിടാ കേട്ടോ. നമ്മളെ ചിക്കൻ ബോക്സ് വരുമ്പോ മറ്റേ ഇത് അത് ആര്യവേപ്പ്. എടാ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാം. ഫോട്ടോസ് കേക്ക് കട്ട്. പിയൊക്കെ ഇൻചാർജായ എല്ലാവരും ആരുമില്ല. പപ്പ ചേട്ടാ അമ്മൂമ്മേ വായോ. അച്ഛാ കേക്ക് കട്ട് ചെയ്യാം. കേക്ക് കട്ട് ചെയ്തിട്ട് കേക്ക് കട്ട് ചെയ്യാം. വാ നീല ഓടി വാടോ. കേക്ക് കട്ട് ചെയ്യാം. വാ മോനെ. കേക്ക് കട്ട് ചെയ്യാം. വായോ. രഞ്ജിത്തിന്റെ അമ്മായിയുടെ മോളുടെ മോനാണ് നീലകണ്ഠൻ. മോന്റെ ബർത്ത്ഡേ December 24 ചക്കുവിന്റെ ബർത്ത്ഡേ December 25. അപ്പൊ ഇന്നലെ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയിണ്ടായിരുന്നു. ഹലോ അങ്കിൾ. ഇതെന്താ കേശു ചേട്ടാ?
ഹലോ ഹാപ്പി ബർത്ത്ഡേ. ഹലോ ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി തിരിച്ച് നമുക്ക് ചക്കുകുട്ടിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കണ്ടാലോ. അതെ സാർ, ആരാധകർക്ക് ഇഷ്ടാവില്ല. ഇനിയുണ്ടല്ലേ കൊറേ. ചക്കു ഞാൻ നമ്പർ ബ്ലോഗ്സ് ആണ് ഇഷ്ടപ്പെട്ടത്. ഇതാരെയും വിളമ്പളെ. ആ തത്തും കേസൊക്കെ എവിടെ പോയോന്നോ. എന്തൊരു ഗിഫ്റ്റാ ചക്കുകൂട്ടാ. സദ്യ നമ്മൾ ഓർഡർ ചെയ്തത് അനന്തരാമൻ്റെ വിനായക കാറ്ററിംഗിൽ നിന്നാണ്. 2 കൂട്ടം പായസം പിന്നെ ബോളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടുകാർ തന്നെയാണ് സെർവ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ലാസ്റ്റ് കഴിച്ച് അതായത് നമ്മൾ ബോളിയുടെ കാര്യം മറന്നേ പോയി. ബോളി അത് ഇങ്ങനെ ഒരു പേപ്പറിൽ പൊതിഞ്ഞിരുന്നത്. അപ്പോൾ ബോളി ഉള്ള കാര്യമേ മറന്നുപോയി. എല്ലാവരും ഇങ്ങനെ നല്ല തിരക്കിലായിരുന്നു. ഡയറക്ഷൻ തെറ്റിപ്പോയി. പപ്പടം ഉണ്ടല്ലോ. ചക്കുകൂട്ടനുണ്ടായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വ്ളോഗിംഗ് ഒക്കെ തുടങ്ങിയത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചക്കുകൂട്ടനെ. എല്ലാവരെയും പ്രാർത്ഥനയും അനുഗ്രഹവും എൻ്റെ ചക്കുകൂട്ടന് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.